കോട്ടൺ 3-piece സെറ്റാണ്. ഇതിങ്ങനെ അനാർക്കലി വരുന്നതുണ്ട്, അല്ലാണ്ട് ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന മസ്റ്റേർഡ് യെല്ലോ കളറിനകത്ത് ഇങ്ങനെ അനാർക്കലി പാനൽ കട്ടിങ് വരുന്ന ടോപ്പാണ്. ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഇങ്ങനെ മറ്റൊരു മെറ്റീരിയൽ പോലെ വന്നിട്ട് ഇതിങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ടൈ ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്സിൽ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ രണ്ട് കളറിലും മിക്സ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഫ്ലോറൽ ദുപ്പട്ടയും കൂടി ആണ്. നല്ല വീതിയും നീളമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. 1803 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് 3XL സൈസ് അവൈലബിലിറ്റി ഉള്ള ഈ ടോപ്പിൻ്റെ ലെങ്ത് വരിക 48-49 ആണ്. ഇതിനൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട്, ലാവൻഡർ കളറാണ്. ഇതിന് യോക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് കൂടി ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ ചെറിയ സീക്വൻ വർക്കുണ്ട്. നെക്കിൻ്റെ ഇവിടെയായിട്ട് മിറേഴ്സിൻ്റെ വർക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വരും, പാനൽസ് വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പം ഇങ്ങനെ സ്ട്രൈപ്സിലാണ്, സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ സ്ട്രൈപ്സിലാണ്. ദുപ്പട്ട വരുമ്പം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ്. യെല്ലോയ്ക്ക് കണ്ടതുപോലെ തന്നെ സെയിം ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ഇപ്പോൾ രണ്ട് കളേഴ്സാണ്, യെല്ലോ ആൻഡ് ലാവൻഡർ കളർ. 1803 മീഡിയം തൊട്ട് 3XL സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് റാണി പിങ്ക് കളറാണ്. വീഡിയോയ്ക്കകത്തത് റെഡായിട്ടായിരിക്കും കാണലുണ്ടാവുക. ഇത് കറക്റ്റ് റാണി പിങ്ക് ആണ്. അതിനകത്ത് യോക്കിലിങ്ങനെ യെല്ലോ ഗ്രീൻ വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആണ്. ഇങ്ങനെ ഒരു ആരി സ്റ്റൈൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത്. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ മിറർ വർക്ക്സും പോകുന്നുണ്ട്. അതിനുശേഷം ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരും, ഹാഫ് പ്ലീറ്റ് സൈഡ് സ്ലിറ്റ് ഉള്ള ഐറ്റമാണ്. പ്യുവർ കോട്ടൺ ആണ്, ലൈനിങ് ഇല്ല. ബോട്ടം വരുന്നതും സെയിം കോട്ടണിൽ തന്നെയാണ്. ദുപ്പട്ട വരുമ്പം മൽക്കോട്ടണിലാണ് ദുപ്പട്ട വരിക. അതിനകത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട്. ഓൾ ഓവർ സൈഡിലായിട്ട് ടാസിൽസും ഉള്ള മൽക്കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരിക 1490 ആണ്. കളർ ചേഞ്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറാണ്, മസ്റ്റേർഡ് യെല്ലോ കളർ. ബാക്കിലും ഹാഫ് പാർട്ടിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്. എന്നിട്ട് സൈഡ് സ്ലിറ്റ് ഉള്ള ഐറ്റമാണ്. സ്ലീവ് എൻഡിലും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഐറ്റമാണ്. ടോപ്പിൻ്റെ ലെങ്ത് വരിക 48 ആണ്. ബോട്ടം 38 വരിക. ഫ്രണ്ടിൽ ഇങ്ങനെ വേസ്റ്റ് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം സെയിം കളറിൽ തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും ഹൈലൈറ്റ് അയക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 1490 1490 മീഡിയം തൊട്ട് XXL സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഡസ്റ്റി ടീൽ ബ്ലൂ ആണ്. ഇത് നമ്മുടെ മൽക്കോട്ടണിലാണ് പ്രിൻറ്റ് വരുന്നത്. നമ്മൾ ഒരുപാട് തവണ ചെയ്ത ഐറ്റം തന്നെയാണ്. യോക്കലിങ്ങനെ ഫ്ലോറലും ബേർഡിൻ്റെയൊക്കെ ഡിസൈൻസിൽ ത്രെഡ് എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നതാണ്, സെരി വർക്ക്. അതിനുശേഷം ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഇത് ശരിക്കും ഡസ്റ്റി കളറാണ്. വീഡിയോയ്ക്കകത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ആക്ച്വലി ഇതൊരു ഡസ്റ്റി കളറാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. മൽക്കോട്ടൺ ആണ് മെറ്റീരിയൽ. മൽക്കോട്ടൺ എടുക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ, കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്. കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് മൽക്കോട്ടൺ തോന്നുന്നില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, വാഷ് കെയർ കൊടുക്കണം. സോക്ക് ചെയ്ത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ കെയർ കൊടുത്തേ ഈ ഐറ്റംസ് എടുക്കാവുള്ളൂ. ഇതിൻ്റെ ബോട്ടം വരിക സെയിം കോട്ടണിൽ തന്നെ പ്ലെയിൻ ആണ്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടാണ് ദുപ്പട്ട വരിക. ഒരു ടീൽ ബ്ലൂ കളറിനകത്ത് ഇങ്ങനെ പ്രിൻറ്റ് വരുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല വീതിയും നീളവുമുള്ള 1490 ഐറ്റമാണ്. അതിൻ്റെ മറ്റൊരു കളറാണ്. ഇങ്ങനെ വരും. യോക്ക് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റ്സ് വരും. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആണ്. ഇങ്ങനെ വരും. അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ കോട്ടണിൽ തന്നെയാണ്. 1490 ഇതിൻ്റെ റേറ്റ് വരുന്നത്. സ്ലീവ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്ലീവ് വരുന്നത് ഇങ്ങനെ ചെറിയൊരു ലേസ് വന്നിട്ട് അവിടെ തന്നെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരും. എൻഡിലായിട്ടൊരു പടിയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം പ്രിൻറ്റഡ് ദുപ്പട്ടയാണ്. നല്ല കളറാണ് കേട്ടോ. ഇത് എല്ലാം ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. വയലറ്റ് കളറാണ്. വയലറ്റ് കളറിനകത്ത് ചിക്കു ഷെയ്ഡിലെ പ്രിൻ്റാണ് വരുന്നത്. 1490 മീഡിയം തൊട്ട് 3XL സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റും കോട്ടണിൽ തന്നെ ചെറിയ ഇങ്ങനെ ഒരു ലീഫി പ്രിൻറ്റ് വരുന്നതാണ്. വി പാറ്റേൺ നെക്കാണ്. അവിടെ തന്നെ ചെറിയൊരു ഹാൻഡ് വർക്ക് പോകുന്നുണ്ട്. ശേഷം പിൻഡെക്സ് ആണ്. പിൻഡെക്സിനും സ്കാറ്റേഡ് ആയിട്ട് ഹാൻഡ് വർക്ക് പോകുന്നുണ്ട്. എ ലൈൻ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഡബിൾ സൈഡ് പോക്കറ്റൊക്കെ ആയിട്ടാണ് ഐറ്റം വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗിൽ ബ്രൗൺ കളറിൽ ചിക്കു ഷെയ്ഡിലെ സിക്സ് ആഗ് പാറ്റേൺ ആണ് വരിക. ദുപ്പട്ട വരുമ്പം ബ്ലൂവും ബ്രൗണും കൂടെ ചേരുന്ന ബോർഡർ ലൈനൊക്കെ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. ഇത്രയും വീതി നീളമുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരിക 1560 1560 ആണ്. അപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന ബ്ലൂ ആൻഡ് ബ്രൗൺ കളർ. നമുക്ക് അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പാർട്ട് ഇങ്ങനെ വരും. നെക്ക് വരുന്നത് ഒരു വി പാറ്റേൺ നെക്ക്. അവിടെ തന്നെ ചെറിയ ഹാൻഡ് വർക്ക് പോകുന്നുണ്ട്.
ബോട്ടം സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്, ബ്രൗൺ ആൻഡ് ചിക്കു ഷെയ്ഡിൽ പിലാസോ ബോട്ടം ആണേ. ഇങ്ങനെ വീതിയുള്ള ബോട്ടമാണ്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ബ്രൗൺ ആൻഡ് ബ്ലാക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. 1560 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1560 മീഡിയം തൊട്ട് 3Xലാണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് കോട്ടണിൽ സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റേലൈൻ ടോപ്പ് വിത്ത് ബോട്ടമാണ്. ദുപ്പട്ടയും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന ബ്ലൂ ആണ്. ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു ഇന്നറുമായിട്ട് പെയർ ചെയ്തേക്കാണ്. ഇത് സ്പഗറ്റി സ്ലീവിലാണ് ഐറ്റം വരുന്നത്. ഇവിടെ തന്നെ ചെറിയ പ്രിൻസിനകത്ത് ആരി വർക്ക്, അതായത് ആരി വർക്ക് പോലെ വർക്ക് പോകുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ബ്ലാക്കിൽ കാണാം. ബ്ലാക്കിൽ വരുമ്പോൾ എന്താ ഇങ്ങനെയാണ് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് വരും. അതിനുശേഷം ഓരോ പ്രിൻറ്റിലും റെഡ് കളർ യെല്ലോ കളറിൽ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് പോകുന്നുണ്ട്. സ്ലീവ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇപ്പം ഒരുപാട് പേര് സ്ലീവ്ലെസ് ചോദിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐറ്റംസ് കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിങ്ങനെ ത്രെഡാണ് വന്നേക്കുന്നത്. നമുക്ക് ടൈ ചെയ്ത് എടുക്കാവുന്ന ത്രെഡാണ്. എ ലൈൻ പാറ്റേണിൽ പാനൽസോടെയാണ് ഐറ്റം വന്നേക്കുന്നത്. നല്ല ഫ്ലെയറിൽ വരുന്ന ഐറ്റമാണ്. ബ്ലാക്കാണ്. ഇതിപ്പോൾ ഒരു ഡസ്റ്റി ബ്ലാക്കാണ് വരിക. അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു സ്റ്റൈലിൽ 6 ആക്ക് പാറ്റേണിലാണ്. സ്മോൾ തൊട്ട് XX സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 1490 1490. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഈ ഒരു സ്റ്റൈലിലാണ് ദുപ്പട്ട വരുന്നത്. നല്ല വീതിയും നീളവുമുള്ള ദുപ്പട്ട വന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ടാസിൽസും കൂടെ കൊടുത്തേക്കുന്ന ഐറ്റമാണ്. നമുക്ക് എങ്ങനെ വേണേലും ദുപ്പട്ട സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. വൺ സൈഡ് ഇടാം. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പോലെ കഴുത്തിൽ കൂടെ ഇടാം. ഇതാ ഇങ്ങനെ വരും. ദുപ്പട്ട കാണിച്ചു തരാം. ബ്ലൂവിൻ്റെ ഈ ഒരു സ്റ്റൈലിൽ ദുപ്പട്ട വരും. 1490 റേറ്റ് വരുന്നത്. 1490. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ടിട്ടാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് സ്മോളാണ്. എലൈൻ പാറ്റേൺ ആണേ. ഇങ്ങനെ വരും. ബോട്ടം വരുന്നത് ആ ഒരു 6 ആക്ക് പാറ്റേണിലാണ്.